ലീഗ് എന്താണ് ഒരുപാട് ദൂരം മുന്നോട്ടേക്ക് പോയിരിക്കുന്നു മൂന്നാം സീറ്റ് എന്ന ആവശ്യത്തിൽ. നേതാക്കൾ അവർ പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നു. PM സലാം ഇന്ന് 3 സീറ്റ് എന്നതിൽ അടിയുറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ വന്ന് മൂന്നാം സീറ്റ് കിട്ടും എന്ന് ഇന്ന് ഉറപ്പിച്ച് പറയുന്നത് അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ വേണ്ടി പറയുന്നതല്ല, മൂന്നാം സീറ്റ് വാങ്ങിയെടുക്കാൻ വേണ്ടി പറയുന്നതാണ്. നേരത്തെ PK കുഞ്ഞാലിക്കുട്ടി സംസാരിക്കുമ്പോഴും ലീഗിൻ്റെ നേതാക്കളൊക്കെ സംസാരിക്കുമ്പോൾ ഇക്കുറി അഡമൻ്റ് ആവാൻ കാരണം എന്താണ്? അത് അണികൾ ഏറ്റെടുക്കുകയും അണികൾക്കിടയിൽ മൂന്നാം സീറ്റ് എന്ന ഒരു വികാരമായി വരികയും ഇക്കുറി അവർക്ക് മൂന്നാം സീറ്റിൽ നിന്നൊരു കോംപ്രമൈസ് സാധ്യമല്ല എന്ന സാഹചര്യത്തിൽ കോൺഗ്രസിന് അത് അനുസരിച്ച് ആ മൂന്നാം സീറ്റ് കൊടുക്കലല്ലാതെ മറ്റു വഴി നാളെയുണ്ടോ? ശ്രീ ശ്രീകുമാർ. ശ്രീ ഹാഷ്മി, കോൺഗ്രസിൻ്റെ മുമ്പിൽ ലീഗിൻ്റെ ആവശ്യം നാളെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് ചർച്ചയ്ക്ക് മുൻകൈയെടുക്കുക എന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. അത് AICC തീരുമാനിക്കട്ടെ എന്നാണ് കോൺഗ്രസിൻ്റെ KPCCയുടെ നിലപാടെന്നാണ് എനിക്കിന്ന് വൈകുന്നേരം കിട്ടിയ അറിവ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നാളെ തീർച്ചയായിട്ടും ഇക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകാതിരിക്കില്ല. അതിൽ ലീഗ് മൂന്നാം സീറ്റ് ചോദിക്കുന്നത് ഇപ്പോൾ എല്ലാ കോൺഗ്രസ് നേതാക്കളും പറയുന്നുണ്ട് ലീഗിന് അത് ചോദിക്കാൻ അവകാശമുണ്ട്, അതുകൊണ്ടത് അവർക്ക് ചോദിക്കാം, ഘടകകക്ഷി എന്ന നിലയ്ക്ക് അവർക്ക് ചോദിക്കാൻ അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ ഞാൻ കാണുന്ന എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ലീഗ് വല്ലാതെ സമ്മർദ്ദത്തിലായിട്ടുണ്ട്. കോൺഗ്രസ് അല്ല, ലീഗ് നേതൃത്വം വല്ലാതെ സമ്മർദ്ദത്തിലായിട്ടുണ്ട്. അതിൻ്റെ കാരണം ഈ CPMൻ്റെ പ്രകോപനമാണ്. കാരണം കഴിഞ്ഞ കുറേ കാലമായിട്ട് CPM മുസ്ലിം ലീഗ് നേതാക്കളെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. UDF നിങ്ങൾക്ക് ബാധ്യതയാവും, UDFിൽ നിന്നിട്ട് നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ, നിങ്ങളുടെ ചെലവിലല്ലേ കോൺഗ്രസ് ജയിക്കുന്നത്, ഇങ്ങനെ നിരന്തരം പറഞ്ഞ് CPM ലീഗിനെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലീഗിന് മനസ്സിലായിട്ടുണ്ട് ഈ സാഹചര്യം, ഇപ്പോഴത്തെ സാഹചര്യം അനുകൂല സാഹചര്യമാണ് ചോദിക്കാൻ. അത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ആ സാഹചര്യം ചൂഷണം ചെയ്യാൻ ലീഗ് നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട് എന്നതാണ് എൻ്റെ വസ്തുത. ഇവിടെ കോൺഗ്രസിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ് 16 സീറ്റിൽ മത്സരിക്കുമ്പോൾ ലീഗ് 2 സീറ്റിലേ മത്സരിക്കുന്നുള്ളൂ. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ദേശീയ തലത്തിൽ കേന്ദ്രം ഭരിച്ചിരുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിന് കൂടുതൽ സീറ്റ് വേണം എന്നൊരു ന്യായമായ ആവശ്യം പണ്ട് അംഗീകരിച്ചു കൊടുത്തിരുന്നു. UPA ഭരണത്തിൽ ലീഗിൻ്റെ അഹമ്മദ് മന്ത്രിയായിരുന്നു, അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ലീഗിനെ കോൺഗ്രസ് ഒട്ടും തഴഞ്ഞിട്ടില്ല. അഹമ്മദ് മന്ത്രിയായിരുന്നു, നല്ല വകുപ്പായിരുന്നു. UPA ഗവൺമെൻറ് കാലത്ത് അന്ന് ഒരു സീറ്റേ ഉള്ളൂ, 2 സീറ്റ് ഉണ്ടായിരുന്ന മുസ്ലിം ലീഗിനാണ് ഒരു മന്ത്രിസ്ഥാനം കൊടുത്തത്. ഇതൊക്കെ ആലോചിക്കണം. അപ്പോൾ ഇപ്പോൾ ലീഗ് ഇക്കാര്യത്തിലെടുത്ത നടപടി അത് ശരിയായിരുന്നു എന്നുകൂടി അവർ ചിന്തിക്കണം. കാരണം ലീഗിന് ഈ ചോദ്യം രഹസ്യമായിട്ട് കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച ചെയ്യാവുന്നതാണ്. ഇത് പരസ്യമായി ഉന്നയിച്ചിട്ട് വ്യാപക ചർച്ചയാക്കിയിട്ട് വേണമായിരുന്നോ എന്നൊരു ചോദ്യമുണ്ട്. ലീഗിന് അവരുടെ നേതൃത്വം അവർക്ക് മൂന്നാമത്തെ സീറ്റ് വേണം എന്നുള്ള കാര്യത്തിൽ അവർക്ക് കുറി എല്ലാ തവണയും ആവശ്യപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ അല്പസമയം മുമ്പ് അഡ്വക്കേറ്റ് അമീൻ ഹസൻ പറയുകയായിരുന്നു ലീഗിന്റെ സ്ട്രൈക്ക് റേറ്റിനെ പറ്റി പറയുകയായിരുന്നു. ഇന്നലെ വന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലീഗ് മത്സരിച്ച 6 സീറ്റിൽ 6ലും ജയിച്ചു, 100% വിജയം, മറ്റാർക്കും ആ വിജയ ശതമാനമില്ല. UDFിനെ 10 എന്ന സീറ്റിലേക്ക് എത്തിച്ചത് ലീഗിന്റെ 6 സീറ്റുകളാണ് ഇന്നലെ വന്ന്. ഇനിയും മൊത്തം കണക്ക് നോക്കിയാൽ CPIക്ക് 1283 പഞ്ചായത്ത് അംഗങ്ങളെങ്കിൽ 12% വോട്ടെങ്കിൽ ലീഗിന് അത് 2131 24% വോട്ട് ഷെയറാണ്. ജില്ലാ പഞ്ചായത്തിൽ UDFിൽ 33% ലീഗാണ്. മുനിസിപ്പാലിറ്റിയിൽ UDFിൻ്റെ അറൗണ്ട് 35% ലീഗാണ്. എന്ന് പറഞ്ഞാൽ വോട്ട് ഷെയറുള്ള സീറ്റുകൾ കിട്ടുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണപക്ഷത്തുനിന്നോ പ്രതിപക്ഷത്തുനിന്നോ കിട്ടുന്ന സീറ്റുകളൊക്കെ വിജയിക്കുന്ന നല്ല മത്സരക്ഷമതയുള്ളൊരു പാർട്ടിയാണ്. ഒരു സീറ്റ് കൂടി വേണമെന്ന് ആവശ്യപ്പെടുന്നത് അതൊരു കടുംപിടുത്തവും ചൂഷണം ചെയ്യലും എങ്ങനെയാകും ശ്രീകുമാർ? അല്ല, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ മുസ്ലിം ലീഗിൻ്റെ ശക്തി ആരും കുറച്ച് കാണിക്കുന്നില്ല. പക്ഷേ ഈ ഒരു മൂന്നാം സീറ്റ് ഇങ്ങനെ ചർച്ചയാവാൻ, വിവാദമാകാൻ എന്താണ് കാരണം? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് കോൺഗ്രസ് നേതൃത്വവുമായിട്ട് മുസ്ലിം ലീഗിനെ ചർച്ച ചെയ്യാൻ എത്രയോ അവസരങ്ങളുണ്ടായിരുന്നു. അതേസമയം ഇതൊരു വലിയ ചർച്ചയായി മാറ്റിയതിന് പിന്നിൽ അതായത് ലീഗ് സത്യത്തിൽ CPMൻ്റെ ഒരു തന്ത്രം, പ്രത്യേകിച്ച് ഈ സമസ്തയെ CPM ഉപയോഗിക്കുകയാണ്. സമസ്തയിലെ ഒരു വിഭാഗം ലീഗ് നേതാക്കളെ, സമസ്തയുമായി ബന്ധപ്പെട്ട സമസ്തയിലെ എല്ലാ വിഭാഗം ഉണ്ടല്ലോ, അതിൽപ്പെട്ട ഒരു വിഭാഗത്തെ CPM ഇങ്ങനെ ഒരു പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ സംശയമുണ്ട്. കാരണം ലീഗിനെ ഇങ്ങനെ ചൊടിപ്പിച്ചുകൊണ്ടിരിക്കുക നമ്മൾ പറയുകയാണെങ്കിൽ. അപ്പോൾ ഈ ചൊടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലീഗ് സ്വാഭാവികമായിട്ട് ചോദിക്കേണ്ടി വരികയാണ്. ലീഗിനുള്ളിലത്തെ ചില തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്കറിയാം. ഞാനത് തുറന്നു പറയാൻ കാരണം ഇത് ഒരു രാഷ്ട്രീയ ചർച്ചയായി ഇത്രയും വിപുലപ്പെടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. കാരണം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 5ാം മന്ത്രിസ്ഥാനം കൊടുത്തു.
5-ാം മന്ത്രിസ്ഥാനം കൊടുക്കുമ്പോൾ അത് വലിയ ചർച്ചയായിരുന്നു. പക്ഷേ ആ 5-ാം മന്ത്രിസ്ഥാനം കൊടുത്തത് കൊണ്ട് കോൺഗ്രസ് അന്ന് കേട്ട പഴി, കോൺഗ്രസ് നേരിട്ട തിരിച്ചടി, ഇതൊക്കെ മനസ്സിലാക്കണം. ഞാൻ അതൊന്നും ഇതിലേക്ക് ചർച്ചയാക്കുന്നില്ല, കാരണം ആ കാലം വേറെ ഈ കാലം വേറെയാണ്. ഇത് എല്ലാ കോൺഗ്രസ് നേതാക്കളും പറയുന്ന പോലെ ഞാനും പറയുന്നു, ലീഗിനുണ്ട്. ആ വിഷയം കൊണ്ടുവന്ന രീതി, ഞാൻ പറഞ്ഞ ലീഗിന്റെ പ്രശ്നം വന്ന ലീഗിന് ഈ പറയുന്ന പോലെ ആഭ്യന്തരമായ സമ്മർദ്ദമുണ്ട്, സംഘടനാപരമായ സമ്മർദ്ദമുണ്ട്, ഉറപ്പായും സാമുദായികപരമായ സമ്മർദ്ദമുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാ മുസ്ലിങ്ങളെ പ്രദാനം ചെയ്യുന്ന പാർട്ടി മുസ്ലിം ലീഗ് അല്ല എന്ന് കൃത്യമായി പറയുമ്പോൾ തന്നെ അവരുടെ ആസ്പിറേഷനെ നോക്കുന്നുണ്ടോ എന്നുകൂടി ആ പാർട്ടിക്ക് നോക്കേണ്ടതുണ്ട്. നേരത്തെ ശ്രീ അമീൻ ഹസൻ പറയുകയായിരുന്നു, കേരളത്തിൽ കോൺഗ്രസിൽ നിന്ന് ഒരൊറ്റ മുസ്ലിം നാമധാരി എം പി ഇല്ല. ഇനി ദേശീയ തലത്തിൽ നോക്കിയാൽ കോൺഗ്രസിൻ്റെ ആകെയുള്ള എം പിമാരുടെ എണ്ണം 2ആണ്. ഇന്റർനാഷണൽ കോൺഗ്രസ് കൊണ്ടുവന്ന മുസ്ലിം നാമധാരികളായ ഒരാൾ അസമിൽ നിന്നും, ഒരാൾ എവിടെ നിന്നാണ്, ഒരാൾ ബീഹാറിൽ നിന്നും. 2 എം പിമാരാണ് അവിടെ ഉള്ളത്. TMCക്ക് 7 എം പിമാരാണുള്ളത്. ഇപ്പോൾ ഈ സമുദായം തിരിച്ചു നോക്കുകയാണല്ലോ, ഇപ്പോൾ കോൺഗ്രസ് എല്ലാം സാമുദായിക സന്തുലിതാവസ്ഥ തകരും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോഴൊന്നുമില്ലാത്ത സാമുദായിക സന്തുലിതാവസ്ഥ തകർച്ച എന്തിനാണ് ഇപ്പോൾ എന്ന് ശ്രീ അമീൻ ഹസൻ ചോദ്യത്തിനുള്ള മറുപടി ശ്രീ N. ശ്രീകുമാർ. അല്ല, സാമുദായിക സന്തുലിതാവസ്ഥ ഞാൻ കാണുന്നില്ല. അതിൽ ഒരു കോട്ടവും സംഭവിക്കില്ല. അതൊക്കെ ഒരു മതേതര പാർട്ടിയായ കോൺഗ്രസിന് അത്തരത്തിലുള്ള ചിന്ത ഉണ്ടാകേണ്ട കാര്യമില്ല. ഇത് സാമുദായിക സന്തുലിതാവസ്ഥയൊക്കെ ഇങ്ങനെ തകരുന്നു എന്ന് കൊണ്ടുവരുന്നത് കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും എതിർമുന്നണിയാണ്. കാരണം CPM എത്ര മതേതര ചിന്തകൾ പറഞ്ഞാലും ശരി, നിങ്ങൾ ഒരു കാര്യം ആലോചിക്കൂ, CPM ഇക്കാര്യത്തിൽ കോൺഗ്രസിനെയും ലീഗിനെയും പ്രകോപിപ്പിക്കുകയാണ്. അല്ല, കോൺഗ്രസിനെ ലീഗ് നേതാക്കളെ പ്രകോപിപ്പിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, എല്ലാ ദിവസവും അതല്ലേ ഹാഷ്മി, നിങ്ങളെന്താ അത് കാണാത്തത്? മന്ത്രി രാജീവ് കഴിഞ്ഞ ദിവസം പറയുന്നു, LDF കൺവീനർ പറയുന്നു, MV ഗോവിന്ദ മാഷ് പറയുന്നു. ഇവർക്ക് എന്താ ലീഗ് മാത്രമേ ഉള്ളൂ ഇവരുടെ വിഷയം? ലീഗിനെ ഇവരെന്തിനാണ് പ്രകോപിപ്പിക്കുന്നത്? അപ്പം ലീഗിന് സമ്മർദ്ദം സഹിക്കവയ്യാതെ എങ്ങനെ? അതായത് CPM ചോദിക്കുന്നു, അണികൾ പറയില്ലേ ശരിയല്ലേ CPM ചോദിക്കുന്നത് എന്നൊരു ചോദ്യം വരികയാണ്. അതിൻ്റെ സമ്മർദ്ദത്തിന് അടിപ്പെട്ടാണ് ലീഗ് ഇങ്ങനെ ചോദിക്കുന്നത്. അല്ലെങ്കിൽ ലീഗിൻ്റെ പാരമ്പര്യം അനുസരിച്ച് ലീഗ് ഒരിക്കലും ഇങ്ങനെ ചോദിക്കില്ല. നിങ്ങളുടെ കാര്യം മനസ്സിലാക്കി. ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് അറിയാമോ? കോൺഗ്രസിൻ്റെ സന്തുലിതാവസ്ഥയെക്കുറിച്ച് ചോദിച്ചല്ലോ. അപ്പോൾ ജബി മേത്തർ കോൺഗ്രസിൻ്റെ MP ആണ്, അവർ മുസ്ലിമാണല്ലോ രാജ്യസഭയിൽ. ആലപ്പുഴയിലെ ഷാനിമോൾ ഉസ്മാൻ തോറ്റുപോയതല്ല കൊണ്ടല്ലേ, നിർത്താഞ്ഞിട്ടല്ലല്ലോ. അപ്പോൾ നമ്മൾ അതൊക്കെ ആലോചിക്കണം. കോൺഗ്രസ് മുസ്ലിം ലീഗിൻ്റെ മുസ്ലിമിനെ ആണെങ്കിലും ഹിന്ദുവിനെ ആണെങ്കിലും നായരെയും ക്രിസ്ത്യാനിയും ഒക്കെ കോൺഗ്രസ് വിടുന്നുണ്ട്. പക്ഷെ തോറ്റുപോയാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് അതൊരു വിഷയമല്ല. സന്തുലിതാവസ്ഥ എന്ന് പറയുമ്പോൾ ആ സന്തുലിതാവസ്ഥ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ വരുന്നില്ല. പക്ഷെ ഇവിടെ ചില ചോദ്യങ്ങളിൽ ഈ ലീഗിനെ ഇങ്ങനെ പ്രകോപിപ്പിക്കുമ്പോൾ ഉന്നയിക്കുന്ന ചോദ്യം എന്താണ്? CPIക്ക് 4 സീറ്റില്ലേ? അപ്പോൾ നമ്മളതിൻ്റെ ചരിത്രം പരിശോധിക്കുന്ന ഹഷ്മി, CPIക്ക് പൊന്നാനി സീറ്റ് ഉണ്ടായിരുന്നു ഇല്ലേ? CPIക്ക് 4 സീറ്റ് 1980 തൊട്ടും അതിനു മുമ്പുള്ള കോൺഗ്രസ് മുന്നണിയിലും ഉണ്ടായിരുന്നു. തിരുവനന്തപുരം, അടൂര്, ഇപ്പോഴത്തെ മാവേലിക്കര, അതുപോലെ തൃശ്ശൂര്, അതുപോലെ പൊന്നാനി. ഈ പൊന്നാനി CPI പിടിച്ചെടുത്തില്ലേ? CPI പിടിച്ചെടുത്തിട്ട് അവർക്ക് വയനാട് കൊടുത്തില്ലേ? എന്ന് എത്ര ബഹളം ഉണ്ടായി എന്ന് ആ കാലത്ത് മുന്നണിയിൽ. എന്നിട്ട് CPIയുടെ അന്ന് മത്സരിച്ച റഹ്മത്തുള്ള എനിക്ക് തോന്നുന്നത് ഈ CPMൻ്റെ ഈ ഒരു സമ്മർദ്ദത്തിൽ പ്രതിഷേധിച്ചാന്ന് തോന്നുന്നു അദ്ദേഹം എൻ്റെ CPI വിട്ട് മുസ്ലിം ലീഗ് ചേർന്നു. എനിക്ക് എൻ്റെ അറിവ് ശരിയാണ്, അദ്ദേഹം സ്വതന്ത്ര തൊഴിലാളി മുസ്ലിം ലീഗിൻ്റെ തൊഴിലാളി യൂണിയൻ്റെ നേതാവാണ് റഹ്മത്തുള്ള. അപ്പം ഞാൻ പറയുന്നത് ഇതൊക്കെ എല്ലാ മുന്നണിയിലും സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ലീഗിൻ്റെ നേതാക്കൾ അവരുടെ ആവശ്യം ഉന്നയിച്ചിട്ട് നാളെ ഒരു തീരുമാനം ഉണ്ടാകണമെന്ന് പറയുമ്പോൾ നാളെ തീരുമാനം എടുക്കാനല്ല അതിൻ്റെ അർത്ഥം. നാളെ ചർച്ച ചെയ്യും. ആ ചർച്ചയിൽ ലീഗിന് 3-ാം സീറ്റ് വേണോ? കൊടുക്കും കോൺഗ്രസ്. എന്താ തർക്കമുള്ളതിൽ? അത് കൊടുക്കേണ്ടി വന്നാൽ കൊടുക്കും. അത് ലോക്സഭ വേണോ, രാജ്യസഭ വേണോ, അടുത്ത അസംബ്ലി സീറ്റ് വേണോ എന്നുള്ളൊക്കെ ചർച്ചയിൽ വരുന്ന കാര്യമാണ്. പക്ഷേ ഈ ഒരു ഇഷ്യൂ, ഈ ഒരു പ്രശ്നം വ്യാപക ചർച്ചയാക്കിയിട്ട് ഇതിനേക്കാൾ വലിയ മുന്നണിയെ നിൽക്കുകയാണ് LDF. മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ലീഗ് വിടാൻ ഞാൻ പറഞ്ഞു ഇതിനേക്കാൾ വലിയ മുന്നണിയെ നിൽക്കുകയാണ് LDF എന്ന് പറഞ്ഞാൽ LDFിന്റെ ചരിത്രത്തിലെ ഒരുപക്ഷെ 61-69 കഴിഞ്ഞാൽ ഏറ്റവും വലിയ മുന്നണിയാണ്. CPM ഉണ്ട്, CPI ഉണ്ട്, കേരള കോൺഗ്രസ് ഉണ്ട്. അവിടെ ഒരു കല്ലേടിയും ഇല്ലാത്ത സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഏതാണ്ടൊക്കെ പൂർത്തിയായി അവിടെ വളരെ സുഗമമായി മുന്നോട്ട് പോകുന്നു. അവിടെ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ലോ. എന്താണ് ശ്രീകുമാർ? അവിടെ ആരും പ്രൊവോക്ക് ചെയ്യാൻ പോകുന്നില്ല, ആരുടെ പ്രൊവോക്കേഷൻ അവർ കേൾക്കേണ്ടി വരുന്നില്ല. എന്തുകൊണ്ടാണ് കോൺഗ്രസ് മാത്രം അങ്ങനെ വൾനറബിളായി നിൽക്കുന്നത്? അല്ലെങ്കിൽ UDF മാത്രം CPM ഒന്ന് പ്രകോപിച്ചാൽ അങ്ങ് പ്രകോപിതരായി എല്ലാം കൂടി ചാടി ഇറങ്ങാൻ വേണ്ടി അങ്ങ് വൾനറബിളാവുന്നത് എന്തുകൊണ്ടാണ്? കോൺഗ്രസിനോടല്ലല്ലോ പ്രകോപിപ്പിച്ചത്, ലീഗിൻ്റെ. ഞാൻ പറഞ്ഞുതരാം. കോൺഗ്രസ് കേന്ദ്രം ഭരിച്ചിരുന്ന പാർട്ടിയാണ്. CPM അങ്ങനെയല്ല. അപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്ക്, ദേശീയ കക്ഷിക്ക് കൂടുതൽ സീറ്റ് ആവശ്യം എപ്പോഴും വരും. അതാണ് ലീഗ് കൊടുത്തിട്ടുള്ളതും. ലീഗ് മലപ്പുറവും മഞ്ചേരിയും അല്ലെങ്കിൽ പൊന്നാനിയും ഒക്കെ മത്സരിച്ച് നിന്നത് അതുകൊണ്ടാണ്.
ലീഗിന്റെ ആ ഒരു സൗമനസ്യത്തെ കോൺഗ്രസ് എക്കാലത്തും അംഗീകരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ അഹമ്മദിന്റെ മന്ത്രിസ്ഥാനം. ഇവിടെ ഞാൻ പറഞ്ഞ LDF എവിടെയാ പ്രശ്നമില്ലാത്ത കാശ്മീർ? LDF പ്രശ്നങ്ങൾ മാധ്യമങ്ങൾ ചർച്ചയാക്കുന്നില്ല. കാരണം എന്താണ്? LDF ഘടകകക്ഷികള് ലീഗിനോളം പോകുന്ന ശക്തി അവർക്കില്ല. അപ്പൊ നിങ്ങൾ ചർച്ചയാക്കുന്നില്ല. ഞാൻ ഉദാഹരണം പറയാം. RJD നമ്മുടെ ശ്രേയംസ് കുമാറിന്റെ രാഷ്ട്രീയ ജനതാദള് അവർക്ക് കിട്ടിയ കോർപ്പറേഷൻ ബോർഡ് ചെയർമാൻ പദവി രാജിവെക്കാൻ തീരുമാനിച്ചു. വലിയ ചർച്ചയൊന്നും ഉണ്ടാക്കിയില്ല. നിങ്ങൾ നോക്കൂ, അവിടെ കേരള കോൺഗ്രസിന്റെ പോട്ടെ, അവരൊരു സീറ്റ് വെറുതെ ചോദിക്കാൻ വേണ്ടി ചോദിച്ചു. പക്ഷെ ഇത്തവണ ലീഗിന്റെ ചോദ്യം എന്ന് പറയുന്നത് ഗൗരവതരമാണ്, സംശയമില്ലാത്ത കാര്യമാണ്. അത് എല്ലാ കോൺഗ്രസ് നേതാക്കളും പറയുന്നുണ്ട്. ലീഗിന് അർഹതയുണ്ട് കൊടുക്കണം. അതിന് തെറ്റൊന്നുമില്ല. അർഹതയുണ്ടെന്ന് പറയലല്ല, കാര്യം കൊടുക്കണം. ഞാൻ പറയാൻ കാരണം സമ്മർദ്ദത്തിലായതിന്റെ പിന്നിൽ CPM അങ്ങനെയാണോ?